നാളെയാണപ്പോ ബ ബ ബ നാളെയല്ല ഇന്നാണ് ബ ബ ബ റിലീസാവുന്നത്. രാവിലെ 8 മണിക്ക് എന്താണെങ്കിലും ഞാൻ വിസ്മയെന്ന് പെരുന്തമണ്ണ തിയേറ്ററിൽ നിന്ന് പടം കാണും. കുറേ പേരൊക്കെ ബോയ്ക്കോട്ട് പറഞ്ഞ് നടക്കുന്നുണ്ട്. ലെറ്റ്സ് വാച്ച്. ദിലീപ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റൽ മുഴുവൻ ഉണ്ടാക്കിയത്. ഇതേ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, ആളുടെ PR-ന്റെ ഭാഗമാവാതിരിക്കുക, ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആളുടെ ഒരു വീഡിയോ കാണുമ്പോൾ കണ്ണ് വെത്തിരിക്കുക എന്നുള്ളതല്ല, അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക, ആള് ഇനിയും നോർമലായിട്ടുള്ള ജീവിതം ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറ്റാരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലമായിട്ടാണ് തോന്നാറ് ദിലീപിന്റെ പല പടങ്ങളും, പടത്തിലെ പല കാര്യങ്ങളും. ആരോപിതനായ പിന്നെ തീരെ കാണല് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഇത് വിധി വന്നതിന് മുമ്പാണെങ്കിലും അറിയാണ്ട് പോലും കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഈ മെമ്മറി ഇല്ലാതെ കാണൽ ഭയങ്കര പാടാണ്. അവൾക്കൊപ്പം ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, നോ വറീസ്. ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ് ഒരാളുടെ പടം കാണണോ വേണ്ടെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ദിലീപ് കുറ്റാരോപിതനായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാൾ അകത്ത് കിടന്ന സമയത്ത് രാംലീല വന്നു. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ വേറൊരു തരം കോൺട്രവേഴ്സിയോട് നടന്നു. വിധി വന്നു, അയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുന്നു. സ്റ്റിൽ അവൾക്കൊപ്പം എന്ന് പറയുന്നവർ ദിലീപിൻ്റെ പടം കാണില്ല എന്ന് പറയുന്നു. ഞാൻ അഗെയിൻ പറയുന്നു, പേഴ്സണൽ താല്പര്യമാണ്. നിങ്ങൾക്കിത് വേറൊരാളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനോ, വേറൊരാളെ പിടിച്ചു വെക്കാനോ, വേറൊരാളെ നിർബന്ധിപ്പിച്ച് പടം കാണിപ്പിക്കാതിരിക്കാനോ നിങ്ങളെ കൊണ്ട് അതങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഞാനെന്താ പറയുക, ഇവിടെ പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താ വെച്ചെങ്കിൽ പടം കാണണ്ടാകും. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ദിലീപിന് ഇവിടുന്ന് എത്ര ഫണ്ട് ഉണ്ടാവുന്നത് സിനിമ. അപ്പോൾ ദിലീപിൻ്റെ സിനിമ കൊണ്ട് ഒഴിവാക്കിയാൽ നാട്ടുകാർ സിനിമയ്ക്ക് കയറാതെ ആയിക്കഴിഞ്ഞാൽ ദിലീപിൻ്റെ വാല്യൂ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് നിൽക്കുമല്ലോ. ഫണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദിലീപ് ഇല്ലാതായി. ഇത് എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു കൂട്ടായ കളക്റ്റീവ് എഫേർട്ടാണ് സിനിമ. ഒരൊറ്റ ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻട്രൽ പോയിന്റിനോട് ചുറ്റിക്കറങ്ങി പോകുന്നതൊന്നുമല്ല. ഓക്കെ, ആ പടത്തിനകത്ത് ലാലേട്ടനുണ്ട്. ഏട്ടൻ ഫാക്ടറാണ് ഈ ബ ബ ബ ബ എന്ന് പറഞ്ഞ ഒരു പടത്തിന് തന്നെ ഇത്രയും ഹൈപ്പ് കയറിയത്. ലാസ്റ്റ് ട്രെയിലറും കൂടി വന്നതോടുകൂടി അതങ്ങ് പീക്കിലെത്തി. റെക്കോർഡ് പ്രീ ബുക്കിംഗ് ആണ് പടത്തിന് വരുന്നത്. ഓബിയസ്ലി ദിലീപിൻ്റെ ഈ ഒരു കംബാക്ക് ആയിരിക്കും എന്നുള്ളൊരു ദിലീപ് ഫാൻസിൻ്റെ സംസാരവും, പിന്നെ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോയ്ക്കോട്ട് അടിക്കുന്നവരോടുള്ള ദേഷ്യവും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഈ പടത്തിന് ഇങ്ങനെ ഒരു പ്രീ ബുക്കിംഗ് വന്നിട്ടുള്ളതും. ഓക്കെ, അപ്പം നിങ്ങൾ ബോയ്ക്കോട്ട് അടിക്കുന്നത് ഇവിടെ അങ്ങനെയാണ്. ബോയ്ക്കോട്ട് നിങ്ങൾ ഏത് സിനിമ എന്ത് കാര്യത്തിന് ബോയ്ക്കോട്ട് അടിച്ചു അത് കയറി കത്തും. എമ്പുരാൻ്റെ അവസ്ഥ വരെ നമ്മൾ കണ്ടതല്ലേ. വാട്ട് എവർ റീസൺ, വിച്ച് എവർ ടീം നിങ്ങൾ ബോയ്ക്കോട്ട് അടിച്ചു, അതായത് കാണാൻ പാടില്ല, കാണരുത് എന്ന് പറയുന്നതിനെ കാണാൻ ഒരു തരം ആസക്തി കൂടുതലായിരിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ വന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ബോയ്ക്കോട്ട് ടീം അവിടെ കാണണ്ട, നിങ്ങൾ കാണണ്ട, അത്ര തന്നെ. ശ്രീലക്ഷ്മി അറക്കില്ല, അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ജനപ്രിയത കൂടുതൽ കൂട്ടാനായിട്ട് ലാലേട്ടന്റെ കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ജനപ്രിയത കുറയും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് ലാലേട്ടനെതിരെ ഇപ്പൊ എന്തോരം പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അവരൊക്കെ ഭാഗമായ സിനിമകൾ ഞാൻ കാണും, പക്ഷെ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. വേടനെതിരെ ശ്രീലക്ഷ്മി സ്വീകരിച്ചത് ഞാൻ വേടന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അതും ഇവർ ഒരേ സമയം വേടൻ ആരെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ആരെയും പോയി തട്ടിക്കൊണ്ട് വന്നിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല, അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇടാൻ വേണ്ടി അല്ല അതിജീവിതക്കെതിരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഡിഫെയിം ചെയ്യാനോ ഒന്നും PR ഒന്നും കൊടുത്തിട്ടില്ല. വേടൻ കോർട്ട് പ്രൊസീജിയറിന്റെ അകത്ത് തന്നെയാണുള്ളത്. വേടൻ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തി മുന്നേറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുക. ഒന്നിലധികം കുറ്റാരോപണം വന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് വേടന്. ഒന്നിലധികം കുറ്റാരോപണം. എന്തുവാണ് ഇത്? ശ്രീലക്ഷ്മി അരക്കരൊക്കെ ഇത്രയും എന്താ പറയാ, ഒരു സ്റ്റാൻഡൊന്നും ഇല്ല ഇതിന്, പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നും ഇല്ല അറക്കലിന്. വേടൻ ഹായ് ദിലീപിനെ അയ്യേ
ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇല്ല വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആരെ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ളത്. ബട്ട് നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ, വേടനെ നിങ്ങൾ ഈ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ, സ്വന്തം ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഗ്ലോറിഫൈ ചെയ്യാം, ഓക്കെ, നമ്മളെ ഫ്രണ്ടിനെ ഗ്ലോറിഫൈ ചെയ്തോ. പക്ഷേ നിങ്ങൾ എപ്പോഴും എടുത്തു വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രോഗ്രസീവ് ഫേസ് ഉണ്ട്. അതിനൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യും, മനസ്സിലായി? അതിനൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യും. അത് കൺസിഡർ ചെയ്യാതെ ലാലേട്ടനെ പറഞ്ഞു. ഓക്കെ, അഖിൽ മാരാരുടെ സ്റ്റാൻഡിന് ചിലപ്പോൾ നിങ്ങൾക്ക് അഖിൽ മൈരാർ എന്ന് പറയാൻ തോന്നിക്കാണും. അതേ അഖിൽ മാരാർ വന്നിട്ട് ശ്രീലക്ഷ്മി മൈരക്കലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ സ്ത്രീയെ പറഞ്ഞു, സ്ത്രീത്വത്തെ പറഞ്ഞു എന്ന് പറയും, ഇല്ലേ? ഇപ്പോൾ ഒരാണിനെ പൊതുവേദിയിൽ നിങ്ങൾക്ക് അഖിൽ മൈരാർ എന്ന് പറയാം, അത് നിങ്ങൾക്ക് വിഷയമല്ല. ഒരാണായതുകൊണ്ട് അയാളെ മയിര് കൂട്ടി വിളിക്കാം. നാളെ ഇതേ അഖിൽമാരാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശ്രീലക്ഷ്മി അറക്കലിനെ ഒരു മയിര് കൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി അറക്കലിന് പറ്റുമോ? ഇതൊക്കെയാണോ പ്രോഗ്രഷൻ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ? അല്ല, കണ്ടിട്ട് പൊളിഞ്ഞോണ്ട് ചോദിക്കുന്നതാണിതേ. വേടൻ്റെ ഒപ്പം നിന്ന സമയത്ത് അയ്യോ വേടന് മറ്റേ ഞാൻ ഉയർ വേടനക്ക് ഉലകം വേടനക്ക് ഞാൻ വേടനെ പിന്നൊന്ന് കുത്തമാട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത് നിന്ന പോലെ നിന്നതേ. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ മാങ്ങാത്തോട്ടത്തേക്ക് കല്ലെറിയാൻ നടന്നു. ദിലീപിൻ്റെ കാര്യത്തിലും ഇത് തന്നെ. വേടൻ്റെ സ്വന്തക്കാരൻ്റെ കൂട്ടം വന്ന സമയത്ത്, സ്വന്തക്കാരെ കുറിച്ച് പറയുന്ന സമയത്ത് അയ്യോ അവന് പശ്ചാത്തപിക്കാൻ അവന് സമയം കൊടുക്കണം. അവൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ ആരെയും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. ഈ വേടനെതിരെ കേസ് കൊടുത്ത സ്ത്രീകൾ കൊടുത്തിട്ടുള്ള മൊഴികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് വേടൻ ചെയ്തു വെച്ച വൃത്തികേടുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. മോക്കതൊന്നും കാണാനും കേൾക്കാനുള്ള സമയമില്ല, കാരണം വേടൻ അടിമയാണ് നീ. അയ്യേ, ഇങ്ങനെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയി പോയല്ലോടെ ഇത്. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഊക്ക് മേടിച്ച് കൂട്ടുന്നുണ്ടല്ലോ ഒരു സൈഡിൽ, അങ്ങോട്ട് നടക്ക്. അടുത്തത് ഭാഗ്യലക്ഷ്മി. ഇവരും സെയിം. അതായത് വേടൻ്റെ കാര്യം വരുമ്പോൾ ഇവർക്ക് വേറൊരു ഇവരൊക്കെ പറയുന്നത് എന്താ പറയുക, വേടൻ വേ, ദിലീപ് റേ. ഇതെനിക്ക് മനസ്സിലാവുന്നു. എന്ത് വേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി ഇത്രയും ചർച്ചയായ സമയത്ത് വരെ ദിലീപിന് ഈ ഒരു കേസാണ്. ഓക്കെ, ഇതന്നെ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ ദിവസം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വേടൻ്റെ കഥയിൽ എന്താ അവസ്ഥ? എത്ര കുട്ടികളാണ് വരുന്നത്? ഏറ്റു പറഞ്ഞു, തുറന്നു പറഞ്ഞു, മാപ്പ് പറഞ്ഞു. ഇതുകൊണ്ടൊക്കെ ഇങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ ഈ വേടനെ? കൊട്ടേഷൻ കൊടുത്തില്ല വേടൻ. കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ വേടൻ? ഓൻ കൊട്ടേഷൻ കൊടുത്ത് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന പരിപാടി ഓൻ മൊത്തത്തിൽ ഒന്നിച്ചാ ചെയ്തത്. അത് എത്രയോ സ്ത്രീകളോട് അത്രയും. ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്നയാൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി, നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദിലീപ് വേറെയാണ്, വേടൻ വേറെയാണ്. വേടൻ കൊട്ടേഷൻ കൊടുത്തില്ലല്ലോ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, വിവാഹ വാഗ്ദാനം കൊടുത്ത് സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച ഒരുത്തൻ, അവനെയാണോ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ദിലീപിനെ പോലെയല്ല വേടൻ.
അതും ദിലീപിൻ്റെ എതിരെയുള്ള ഗൂഢാലോചന തെളിഞ്ഞിട്ടുമില്ല. ദിലീപിനെ കോടതി വെറുതെയും വിട്ട്. വേടൻ്റെ കേസ് സ്റ്റിൽ ഇൻ കോർട്ടാണ്. ദിലീപിൻ്റെ കേസിൽ ഈ ഒരു കേസാണുള്ളത്. വേടൻ്റെ കേസിൽ 10-22 മീറ്റു ആരോപണങ്ങളുണ്ട്. പിന്നെ പറയുന്നു മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ കാര്യം പറയുന്നു. അല്ല സ്ത്രീയെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കൺസെൻറ്റോട്, ഇപ്പോൾ കോടതി ചോദിച്ചു വിത്ത് കൺസെൻ്റ് അല്ലേ എന്നുള്ളത്. ഇത് വിത്ത് കൺസെൻ്റ് ആണ് എന്നുള്ളത് അയാൾ ആ വിവാഹ വാഗ്ദാനം കൊടുക്കുകയല്ലേ? അങ്ങനെയല്ലേ ആ കൺസെൻറ്റ് വാങ്ങുന്നത്? പറ്റിക്കല്ലേ, ചതിക്കല്ലേ അല്ലേ? അങ്ങോട്ട് കണ്ട് ലൈഫ് ഇല്ലാതാക്കല്ലേ അവരിത്? വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുകയാണ്. അത് ഒരാളിലാണോ നിൽക്കുന്നത്? ഇത്ര കേസുണ്ട്. ആൻഡ് ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് അവരനുഭവിച്ച, ഇവിടെ ഇരയായ നടി അനുഭവിച്ച ഈ അങ്ങനെ ഗ്രാവിറ്റി ഒക്കെ ഉണ്ടോ ഇതിന്? നിങ്ങൾ അങ്ങനെ അളവുകോലൊക്കെ വെച്ചാണോ അളക്കുന്നത്? എനിക്കറിയില്ല. ഈ വിക്ടിമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് വന്നൊരു സ്പെഷ്യൽ സ്കെയിലുണ്ടോ? വേടൻ്റെ വിക്ടിമിന് ഇത്ര അനുഭവിച്ചു, ദിലീപിൻ്റെ വിക്ടിം ഇത്ര അനുഭവിച്ചു. കമോൺ, ഇതൊക്കെ എന്താ പറയുക? ഇവർ പൊളിഞ്ഞു പോവാണ് പല സ്ഥലങ്ങളിലും. ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രം വേണ്ടി, ഞങ്ങൾ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി, വിസിബിലിറ്റിക്ക് വേണ്ടി. എന്നിട്ട് ഇതേപോലെ അവനാന് വേണ്ടപ്പെട്ടവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് മറ്റേ അവാർഡ് കൊടുക്കണതിൻ്റെ ജൂറീൻ്റെ അംഗമായിട്ട് പോയിട്ടിരിക്കും. സ്വന്തം കൂട്ടക്കാരും കുടുംബക്കാരും അല്ലെങ്കിൽ ഫ്രണ്ട്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു സ്റ്റാൻഡ്. ഇതെന്താ ഇങ്ങനെ? ഇതേ ഇപ്പോൾ നേരത്തെ ശ്രീലക്ഷ്മി അറയ്ക്കലാണെങ്കിലും ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മിയൊക്കെ ആണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ട്, അയാളുടെ ഫിനാൻഷ്യൽ സോഴ്സ് കട്ട് ചെയ്യണം. സിനിമയാണ് അയാളുടെ ഫിനാൻസ്, സിനിമയിലൂടെയാണ് അയാളുടെ ആ മണി പവർ വരുന്നത്, അത് കട്ട് ചെയ്യണം. ആ ഫെയിം കട്ട് ചെയ്യണം. ഈ ബ്ലഡി വേടൻ ഈ പാട്ടും പാടി, ഈ പൈസ ഉണ്ടാക്കുന്ന പാട്ട് പാടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഓൻ്റെ ഒരു കൺസേണിനും ആരും പോകരുത് എന്നല്ലേ പറയണ്ടേ? ഓനെതിരെ ഇത്ര ആരോപണം വന്നു, ഇത്ര സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങൾ എന്താ പറയണ്ടേ? ഞങ്ങൾ ഇനി ഒരു പരിപാടിക്കും പോകില്ല. അങ്ങനെ പരിപാടിക്ക് ടിക്കറ്റ് എടുക്കാതെ ആൾക്കാർ പോകാതായി കഴിഞ്ഞാൽ ഷോ പൊട്ടും, അതോടുകൂടി ഓൻ വീഴും, പിന്നെ അവരുടെ ഫെയിമും നിൽക്കും. അങ്ങനെ അവൻ വീട്ടിലിരിക്കേണ്ടത് നിങ്ങൾ പറയൂ? അറിയില്ല. അതൊരു പ്രത്യേക തരം ജോയിൻ്റാണ് ഇതെല്ലാം. പറയാതിരിക്കുക നല്ലത്. ഇനി ഇതേ ഭാഗ്യലക്ഷ്മി ചേച്ചി തന്നെ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ റേറ്റ് ഉണ്ട്. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. സാമ്പത്തിക സ്പേസ്. മോഹൻലാൽ സിനിമേൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തു വിധി വന്ന ദിവസം. മോഹൻലാലിന് കുറ്റം. മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പാടൂ? അപ്പുറത്തൊരാൾ മഹാനാണ്, അവൻ എന്ത് മഹാനാണെന്ന് ചോദിക്കുന്നു. ഇപ്പുറത്തൊരാൾ വന്നിട്ട് മോഹൻലാൽ എന്ത് ചെയ്തേന്ന് ചോദിക്കുന്നു. നിങ്ങൾ തന്നെയല്ലേ മാഡം രാംലീല സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു ഡിബേറ്റിൽ മാതൃഭൂമി ചാനലിൽ വേണു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തത്? കേരളം കാണണോ രാമലീല എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നാളെ ദിലീപിൻ്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ്. കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പോവും, തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമില്ല. ഇപ്പം നാളെ തന്നെ പോയി ഇടിയും തള്ളിൻ്റെ ഇടയിലൊന്നും എനിക്ക് കാണാനൊന്നും വയ്യ. അതുകൊണ്ടാണ് പൊതുവേ ഏത് സിനിമ ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ കാണും. ഞാൻ ആ സിനിമ മാത്രമല്ല, നാളെ ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ കാണും. എന്തുകൊണ്ട്? ചേട്ടാ, ഞാനൊരു സിനിമ പ്രവർത്തകയാണ്. ഇതെല്ലാത്തിനും അപ്പുറം ഇത് ഞങ്ങളുടെ കൂടെ, അതായത് ഞാൻ ഫെഫ്കയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു തൊഴിലാളിയുടെ സിനിമയാണ്. ഒരുപാട് തൊഴിലാളികൾ അതിലുണ്ട്. ഇതിനെ ഒരാളുടെ സിനിമ ഒരു കാലത്തും ഇപ്പം ഇങ്ങനെ ഒരു നടിയുടെ ഇഷ്യൂ വെച്ചുകൊണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത്. അതായത് ഈ നടിയുടെ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആ നടൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു മുദ്രകുത്തലുണ്ട്. പണ്ടും എനിക്ക് ഇന്ന നടൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിനിമയും കാണാൻ പോകാറില്ല. എങ്ങനെ ഇരിക്കുന്നു ഒരു സംവിധായകൻ്റെ, അത് പുതിയ സംവിധായകനാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ആകാംക്ഷയുണ്ടായിരിക്കും. 5 വർഷം കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ആ സിനിമയിൽ പ്രവർത്തിച്ച് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഒന്നടങ്കം തൊഴിലാളികളെ, ടെക്നീഷ്യൻസിനെ ഇങ്ങനെ
തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കണ്ടു. അന്ന് ഇന്ന് ദിലീപ് കുറ്റാരോപിതൻ പോയിട്ട് കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയാണ് ദിലീപ്. കുറ്റം പോലും തെളിയിക്കാൻ പറ്റാതെ കോടതി വെറുതെ വിട്ടു. അന്ന് വരെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരുന്നത് എന്താ നിങ്ങൾ കേട്ടല്ലോ, അതായത് ഈ വ്യക്തിയുടെ സിനിമ കാണാം. കാരണം എന്താ, ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ഞാൻ അടക്കമുള്ള പ്രസ്ഥാനത്തിലെ ഒരു കളക്റ്റീവ് എഫേർട്ട് ആയിട്ടുള്ള സിനിമ, അതിൽ പല ആളുകളുടെ എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ FK രാജിവെച്ചുകൊണ്ട് ഇനിയിപ്പോൾ നിലപാട് മാറിയതൊന്നും അറിയാൻ പാടില്ല. അപ്പം അന്നും അയാളുടെ ഫിനാൻഷ്യൽ സോഴ്സ് കട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സാറ്റലൈറ്റ് വാല്യൂ കുറഞ്ഞു പോയിട്ട് അയാൾ ഇരുന്ന് പോകണമെന്നോ ഇതൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. ബട്ട് വൈ ഇപ്പം പെട്ടെന്ന് നിലപാടൊക്കെ മാറി, ഇപ്പം സിനിമ കാണാൻ പാടില്ല, സിനിമയ്ക്ക് ആരും പോകാൻ പാടില്ല, അയാളുടെ ഫിനാൻഷ്യൽ സോഴ്സ് കട്ട് ചെയ്യണം, അയാളെ താഴെ ഇടണം, അയാളെ പൊളിക്കണം. കോടതി വെറുതെ വിട്ടപ്പോഴാണ് അപ്പോൾ പ്രശ്നം? വെറുതെ വിട്ടതാണോ ഇപ്പോൾ പ്രശ്നമായത്? അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു തരം സ്പെഷ്യൽ സ്റ്റാൻഡാണ് ഇവിടെ ചില ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന കുറേ പ്രഹസനങ്ങളുണ്ട്. ജെനുവിനായിട്ട് അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോടൊക്കെ ഹാറ്റ്സ് ഓഫ് മക്കളെ, ഒന്നും പറയാനില്ല. ഇപ്പം ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ ഒരാൾക്ക് അഖിൽ മൈരാർ എന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, അഖിലിനെ വേണമെന്നെങ്കിൽ അഖിൽ മൈരാർ എന്ന് വിളിക്കാം. കാരണം അഖിൽ എഴുതി വെച്ച എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിളിക്കാൻ തോന്നും. മനസ്സിലായോ? അഖിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ കാറിൻ്റെ ബാക്കിൽ പീഡനം നടക്കുമോ, അത് ഡമ്മി ടു ഡമ്മി അളക്കുന്ന പോലെ അളക്കാൻ പറ്റുമോ, അങ്ങനെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് അഖിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുന്ന ഒരാൾക്ക്, ശരിക്കും അവളോടൊപ്പം നിൽക്കുന്ന ഒരാൾക്ക്, ശരിക്കും ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുന്ന, സ്ത്രീ അനുഭവിച്ച അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ അഖിൽ മൈരാരെ തന്നെ വിളിക്കാം. മനസ്സിലായില്ലേ? അതൊക്കെ അവർക്ക് പൊള്ളുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ വേടൻ്റെ കാര്യത്തിൽ പോയി നിന്നൊരു സ്റ്റാൻഡും ഇപ്പുറത്ത് ദിലീപിൻ്റെ കാര്യത്തിൽ വേറൊരു സ്റ്റാൻഡിൽ നിന്ന് വർത്താനം പറയുന്ന ശ്രീലക്ഷ്മി അറക്കലിന് അങ്ങനെ വിളിക്കാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഞാൻ കാണുന്നില്ല. മോഹൻലാലിനെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല. സിനിമ ദിലീപിനെ കാണരുത് എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല. കാരണം വേടൻ്റെ പാട്ട് നിനക്ക് കേൾക്കാം, ദിലീപിൻ്റെ സിനിമ നിനക്ക് കണ്ടുകൂടാ. അതൊന്ന്. ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ. നിങ്ങൾക്ക് രാംലീല ഇറങ്ങിയപ്പോൾ അത് കളക്റ്റീവ് എഫേർട്ടാണ്, നിങ്ങളുടെ സംഘടനയ്ക്കകത്തിരിക്കുന്ന ഒരാളുടെ സിനിമയാണ്. മോഹൻലാൽ അവക്കൊപ്പം അവനൊപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് പൊള്ളി. ദിലീപിന് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ച് പുറത്തിടണം, സാറ്റലൈറ്റ് വാല്യൂ കുറയ്ക്കണം, അതിന് പടം കാണാതിരിക്കണം, ഇങ്ങനത്തെയൊക്കെ സ്റ്റോക്കായി നിങ്ങൾക്ക്. അന്ന് രാംലീല ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് പടം കാണാം. ഇപ്പോൾ അയാൾ കുറ്റവിമുക്തനാന്ന് കോടതി, ഇവിടുത്തെ കോടതി പറഞ്ഞപ്പോൾ ഇനിയും മോളിക്ക് കോടതി ഉണ്ടല്ലോ എന്നുള്ള ചോദ്യം ബാക്കി. എങ്ങനെ ഇരിക്കണം ഇവരൊക്കെ സ്റ്റാൻഡ്? ഭയങ്കരമായിട്ട് ഇവരൊക്കെ എന്താ പറയുക, ഇവരെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞുകൂടാ. കാരണം നമ്മൾ ബുദ്ധിജീവിയല്ല. ഇവരൊക്കെ ഭയങ്കര ബുദ്ധിജീവികളാണ്, ഇവർക്ക് ബുദ്ധി കൂടിയ ബുദ്ധിജീവികളാണ് ഇവർ. ഞാൻ പറയുമ്പോണ്ടല്ലോ, മണ്ട എന്ന് പറഞ്ഞിട്ടല്ലോ, ഒരു ലോകത്തിനെ കുറിച്ച് ഒരു സെൻസും ഇല്ലാത്ത കുറേ ഐറ്റംസാണ് ഇവരൊക്കെ ചില സമയത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത്, അതൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷെ ചില ടൈമിൽ ബ്ലൈൻഡായിട്ട് ഇങ്ങോട്ടുണ്ടല്ലോ, ബ്ലൈൻഡാവും ഇവർ ചില ടൈമിൽ. എനിക്ക് അറിയില്ല, ഇത് മീഡിയനെ കാണുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിൽ വരുന്ന സമയത്ത് വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതാണോ ഈ ബ്ലൈൻഡ് ആവുന്ന പരിപാടി, വായ തോന്നി ഇതൊക്കെ വിളിച്ച് പറയുന്നത്? എല്ലാവരുടെ അടുത്തും ഒരു സ്റ്റാൻഡ് എടുക്കണ്ടേ? അതല്ല ഒരു നിലപാട് എന്ന് പറയുമ്പോൾ. അത് വേടൻ്റെ അടുത്തുനിന്ന് ദിലീപിൻ്റെ അടുത്തുനിന്ന് ഞാൻ എന്തായാലും നാളെ പടം കാണും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോരുത്തർ പേഴ്സണൽ താല്പര്യമാണ് പടം കാണണോ വേണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ പോണ വഴിക്ക് എവിടുന്നെങ്കിലും അവിടെ ഒന്ന് കച്ചറുണ്ടാക്കുമോ ഇനി അവക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ജെനുവിൻ ആയിട്ടുള്ളവർ ആരും ചെയ്യില്ല, അവരൊക്കെ മിണ്ടാതെ എന്ത് ചെയ്യും, അവക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇരയ്ക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകും. പ്രഹസനം കാണിക്കാൻ വരുമൊന്നുമില്ല.